ഇപ്പോൾ പുറത്തുവരുന്ന മറ്റൊരു വാർത്തയാണ് മാലിദ്വീപിൻ്റെ വംശീയ അധിക്ഷേപത്തിന് തൊട്ടുപിന്നാലെ പ്രധാനപ്പെട്ട ട്രാവൽ ഏജൻസികളും അതുപോലെ തന്നെ വിമാന കമ്പനികളുമൊക്കെ മാലിയിലേക്കുള്ള ടൂർ ഓപ്പറേറ്റിംഗ് നിർത്തിവെക്കുകയും ഒപ്പം തന്നെ അവിടെ ബുക്ക് ചെയ്ത മുറികൾ അടക്കം റദ്ദ് ചെയ്യപ്പെടുകയും ചെയ്തൊരു സാഹചര്യത്തിലേക്ക് നീങ്ങിയത് എങ്ങനെയാണെന്നാണ് പുതിയ വാർത്ത. അതായത് ഈ ഒരു വംശീയ അധിക്ഷേപം കത്തിക്കാളുന്ന വേളയിലും മാലിയിലെ കാളക്കുട്ടി വിനോദസഞ്ചാരത്തിനൊരുങ്ങിയ ട്രാവൽ ഏജൻസികളെയും വിമാന കമ്പനികളെയും പൂട്ടിക്കെട്ടിയത് ഇന്ത്യയിലെ സാധാരണക്കാരായ ജനമായിരുന്നു എന്നുള്ളതാണ് പുറത്തുവരുന്ന വാർത്ത. ഈ മാലിയുടെ വംശീയ അധിക്ഷേപത്തിൽ തൊട്ടു പിന്നാലെ വിവിധ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വഴി ഇന്ത്യൻ ജനത ഈ കമ്പനികളോട് പറഞ്ഞത്, നിങ്ങൾ ഇത് ഇപ്പോൾ റദ്ദ് ചെയ്തില്ല എങ്കിൽ നിങ്ങളുടെ ആപ്പുകൾ ഞങ്ങളുടെ ഫോണിൽ നിന്ന് അൺഇൻസ്റ്റാൾ ചെയ്യുമെന്നാണ് പറഞ്ഞത്. ഒരു വർഷം 2 ലക്ഷത്തോളം വിനോദസഞ്ചാരികൾ ഇന്ത്യയിൽ നിന്ന് പോകുന്ന വിമാന കമ്പനികൾക്കും ട്രാവൽ ഏജൻസികൾക്കും ചാകരക്കോൾ ഒരുക്കുന്ന ഇന്ത്യയിലെ വിനോദസഞ്ചാരികളടങ്ങുന്ന ഒരു വലിയ വിഭാഗം പറഞ്ഞിരിക്കുന്നു, നിങ്ങളുടെ ഈ ആപ്പ് ഇപ്പോൾ അൺഇൻസ്റ്റാൾ ചെയ്യും, ഇല്ല എങ്കിൽ എല്ലാ പരിപാടിയും ഇവിടം കൊണ്ട് നിർത്തണമെന്ന് പേടിച്ച് മുട്ടിലിഴഞ്ഞ് മുട്ടുപിറച്ച് ട്രാവൽ ഏജൻസികൾ കൂടോടെ ഒന്നടങ്കം അവരുടെ ഈ മാലിയിലേക്കുള്ള ട്രിപ്പുകൾ റദ്ദ് ചെയ്യുകയായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പുതിയ വാർത്ത. ഇതിൽ വിശ്വ ഹിന്ദു പരിഷത്ത് അടക്കമുള്ള സംഘടനകളും ഈ ക്യാമ്പയിനിൽ പങ്കെടുത്തിരുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ക്യാമറ.